ഇതെന്താണ് ഈ വേഷത്തി? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ എവിടേക്കും പോകുന്നില്ല. പിന്നെന്താ ഈ വേഷം? നല്ലതല്ലേ വേഷം? നല്ല വേഷമൊക്കെ തന്നെ. പക്ഷെ ഈ വേഷം കെട്ടിൽ എന്തിനാണോ ചോദിച്ചേ? നീ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടാ. ത്രിവേണി, ത്രിവേണി, നീ ഇതെവിടെ പോന്നു? ഒന്നുമില്ല ചേച്ചി, വെറുതെ. പിന്നെ ഈ വേഷത്തില്? അതെന്റെ ഡ്രസ്സൊക്കെ അലക്കായിട്ടേക്കായിരുന്നു. മഴ ആയതുകൊണ്ട് ഒന്നും ഉണങ്ങിയില്ല, അതുകൊണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ? ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു. സാരിയാ ഇത്? കൊള്ളാല, നന്നായിട്ടുണ്ട്. പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. ഞാൻ മോളി കാണും. ഞാനും മുകളിലേക്ക് പോട്ടേട്ടാ. ആ, നീ ഇന്ന് മുഴുവൻ ഇത് ഇട്ടുകൊണ്ട് നടക്കാനുള്ള പരിപാടിയാണോ? അയ്യോ ഇല്ല ചേച്ചി, ഡ്രസ്സ് ഉണങ്ങുന്നവരെ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ചോദിക്ക്, സത്യം പറയാം. ശരിക്കും ഡ്രസ്സെല്ലാം നനഞ്ഞതുകൊണ്ടാണോ നീ ഈ വേഷത്തിൽ നടക്കുന്നത്? ആണ് ചേച്ചി, എന്തൊരു സംശയം. അഞ്ചു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിൽ വല്ല സത്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അഞ്ജു ചേച്ചി എന്ത് കാര്യ പറഞ്ഞേ? നീയും അർജുനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ഇല്ല ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഞാനും അവനും തമ്മിൽ എന്ത്? ഒന്നുമില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. മനുഷ്യന്റെ കാര്യമാണ്, എപ്പോഴാ മനസ്സ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. എനിക്കെന്ത് മനസ്സ് മാറാൻ ചേച്ചി? അല്ല, 100% ലവ് സ്റ്റോറികളിലും ആദ്യം ആണും പെണ്ണും തമ്മിൽ അടിയായിരിക്കും. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അതുകൊണ്ട് എല്ലാം അങ്ങനെ ആവണമെന്നുണ്ടോ ചേച്ചി? അതില്ല. പക്ഷേ നിനക്ക് ഭാവിയിൽ എങ്ങാനും അവനോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ നീ ആദ്യം മായാവതിയുടെ മുഖം തന്നെ ആലോചിക്കണം. ഒന്ന് പോ ചേച്ചി, എനിക്ക് അങ്ങനെയൊന്നും തോന്നൂല. കാര്യം അവര് യശോദാമ്മയുടെ അനിയത്തിയൊക്കെ തന്നെയാ. പക്ഷേ അരപ്പിരി ലൂസാ. എന്ത് എപ്പോ എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നിന്റെ ജീവിതം കുട്ടിച്ചോറായിപ്പോവും. ഇത് ഞാൻ ഉപദേശിച്ചതായിട്ടൊന്നും നീ കൂട്ടണ്ട. എന്നാലും ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. ഒന്ന് പോ ചേച്ചി, എനിക്ക് അങ്ങനെയൊന്നും തോന്നാൻ പോണില്ല. തോന്നാതിരുന്ന നിനക്ക് കൊള്ളാം. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി കാണോ? ഈ വേഷായിരിക്കും പ്രശ്നം.